അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആദ്യകാല മുസ്ലിങ്ങൾക്ക് മക്കയിൽ വലിയ പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത്. ബിലാൽ ഇബ്നു റബാഹ്, അമ്മാർ ഇബ്നു യാസിർ തുടങ്ങിയ സഹാബികൾ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുസ്ലിങ്ങളോട് മദീനയിലേക്ക് യാത്ര പോവാൻ ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങൾ മദീനയിൽ താമസമാക്കി. പക്ഷേ മക്കയിലെ ഖുറൈശികൾ അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. ഒരു ദിവസം ഒരു വാർത്ത വന്നു. ഖുറൈശികളുടെ വലിയൊരു സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ മക്കയിൽ വിട്ടുപോയ സ്വത്തുക്കൾ ഖുറൈശികൾ കൈവശപ്പെടുത്താൻ പോവുകയാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തടയാൻ തീരുമാനിച്ചു. 313 സഹാബികളെയും കൂട്ടി യാത്ര തിരിച്ചു. ഇതറിഞ്ഞ അബൂ സുഫിയാൻ മക്കയിലേക്ക് സന്ദേശം അയച്ചു. ആമിർ ഇബ്നു ഹിഷാമിന്റെ നേതൃത്വത്തിൽ 1000 പേരടങ്ങുന്ന ഒരു വലിയ ഖുറൈശി സംഘത്തെ അദ്ദേഹം ഇങ്ങോട്ട് അയച്ചു. മുസ്ലിങ്ങളാകട്ടെ ആകെ 313 പേരും. കുതിരകളും ആയുധങ്ങളും ഖുറൈശികൾക്ക് വളരെ കൂടുതലായിരുന്നു. അന്നത്തെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ദുആ ചെയ്തു, യാ അല്ലാഹ്, ഈ ചെറിയ കൂട്ടം ഇന്ന് തോറ്റാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരും തന്നെ ഇല്ലാതാകും. അറബികളുടെ പതിവ് പോലെ ആദ്യം ഒറ്റയാൾ പോരാട്ടം തുടങ്ങി. ഖുറൈശികളിൽ നിന്നും ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ് എന്നിവരും മുസ്ലിങ്ങളിൽ നിന്നും ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ്, അലി ഇബ്നു അബി ത്വാലിബ്, ഉബയ്യത്ത് ബിനു ഹാരിത്ത് എന്നിവരടങ്ങുന്ന ഒരു സൈന്യം അവർ തമ്മിൽ ഏറ്റുമുട്ടി. ആ പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഖുർആനിൽ പറയുന്നത് പോലെ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിക്കുവാൻ മാലാഖമാരെ അയച്ചു. അള്ളാഹു ആയിരക്കണക്കിന് മാലാഖമാരെ സഹായമായി അയച്ചു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഖുറൈശികളുടെ വലിയ സംഘം മുസ്ലിങ്ങൾക്ക് കുറച്ചാളുകൾ പോലെയാണ് തോന്നിയത്. ഇത് മുസ്ലിങ്ങൾക്ക് ഭയം വരാതിരിക്കാനായിരുന്നു. അതുപോലെ തന്നെ ഖുറൈശികൾക്കും മുസ്ലിങ്ങൾ കുറച്ചാളുകൾ പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് അവർ യുദ്ധത്തെ ചെറുതായി കണ്ടു. അന്നത്തെ രാത്രി ഒരു വലിയ മഴ പെയ്തു. മുസ്ലിങ്ങളുടെ ഭാഗം നിലം കട്ടിയായി, ഖുറൈശികളുടെ ഭാഗമാകട്ടെ മണൽ തെന്നലായി മാറുകയും ചെയ്തു. ഇത് മുസ്ലിങ്ങൾക്ക് സഹായകമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് മണലെടുത്ത് ശത്രുക്കളുടെ ദിശയിലേക്ക് എറിഞ്ഞു. ഖുർആൻ പറയുന്നു, നീ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് എറിഞ്ഞത്. ചില ഖുറൈശി സൈനികർ പിന്നീട് പറഞ്ഞു, അവർ യുദ്ധത്തിൽ അജ്ഞാത ശബ്ദങ്ങളും കുതിരകളുടെ ശബ്ദങ്ങളും കേട്ടതായിട്ട്. ഇത് മാലാഖമാരുടെ സഹായമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഖുറൈശികളോട് വളരെ കരുണയോടെ പെരുമാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ആവശ്യപ്പെട്ടു. അവർക്ക് ചിലർക്ക് പണം നൽകി. ചിലരോട് മദീനയിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ പറഞ്ഞു. ഇത് ഇസ്ലാമിലെ വലിയ കരുണയുടെ ഉദാഹരണമാണ്.